അപ്പോൾ ഈ വർഷം എല്ലാവർക്കും സമ്പൽ സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും നാളുകളായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പം ഞാൻ ആണെങ്കിൽ രാവിലെ എണീറ്റ് അടുത്തുള്ളൊരു അമ്പലത്തിലൊക്കെ പോയി തൊഴുത് വന്നു. ഞാൻ ന്യൂ ഇയർ ആയിട്ടൊരു പുതിയ ഡ്രസ്സൊക്കെ എടുത്ത് അപ്പോൾ എന്തായാലും സന്തോഷത്തിൻ്റെ വർഷമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ എല്ലാവരോടും ഹാപ്പി ന്യൂ ഇയർ. ഓക്കെ. പിന്നെ കുറച്ച് കാര്യങ്ങളുണ്ടെന്ന് വെച്ചാൽ കഴിഞ്ഞ വർഷത്തിൻ്റെ അവസാനത്തോടു കൂടി എനിക്കൊരു വീടായി. അപ്പോൾ എൻ്റെ ഈ വർഷത്തെ ന്യൂ ഇയർ പുതിയ വീട്ടിലാണ്. അപ്പോൾ നമുക്ക് എല്ലാ സന്തോഷവും ഉണ്ടാകട്ടെ എന്ന് എല്ലാവരും പ്രാർത്ഥിക്കണം. ഓക്കെ. ഹലോ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ന്യൂ ഇയർ, ഹാപ്പി ന്യൂ ഇയർ. അപ്പം ഞാനിന്ന് സ്പെഷ്യൽ ഐറ്റങ്ങളൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. സ്പെഷ്യലൊന്നും പറയാനില്ല. അപ്പം ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. പിന്നെ എൻ്റെ ഈ കഷ്ടപ്പാടും ദുരിതമൊക്കെ കഴിഞ്ഞു എന്ന് വിചാരിക്കുക. ഞാനപ്പോൾ എൻ്റെ സ്വന്തമായിട്ടൊരു വീടായി. അപ്പോൾ ആ വീട്ടിൽ ഒരു ന്യൂ ഇയർ ആഘോഷം നടത്താമെന്ന് വിചാരിച്ച്. ഞാൻ ഒറ്റയ്ക്കുള്ളൂ, അത് വേറെ കാര്യം. എന്നാലും വേണ്ടില്ല. ഇതിൽ നെയ്ച്ചോറ്, ചിക്കന്, മീൻ പൊരിച്ചത്, പപ്പടം ഇതൊക്കെ വെച്ചൊരു ന്യൂ ഇയർ ആഘോഷം. അപ്പോൾ എൻ്റെ ഒരു സന്തോഷം. ഓരോ ദുരിതങ്ങളും കഷ്ടപ്പാടുകളും കഴിഞ്ഞ് ഞാനിവിടെ വരെ എത്തി. എൻ്റെ എന്ന് പറയാൻ എനിക്കൊരു സ്വന്തമായ ഒരു വീടായി. അപ്പോൾ വീടെന്ന് പറഞ്ഞാൽ സ്വന്തം വീടൊന്നും ആയിട്ടില്ല. എന്നാലും ഗവൺമെൻറ്റിൻ്റെ വീടാണല്ലോ, അത് ഇത്ര വർഷം എന്നുണ്ടല്ലോ. അത് കഴിഞ്ഞാൽ എനിക്ക് സ്വന്തമായില്ലോ. പിന്നെ ആരും ഇറങ്ങിപ്പോവാൻ പറയില്ല. ആ ഒരു ധൈര്യമുണ്ട്. വാടക കൊടുക്കണ്ട. പിന്നെ എന്തായാലും നമുക്കൊരു ദുരിതങ്ങൾ ഒന്നും ഇല്ലാണ്ട് നല്ലൊരു ന്യൂ ഇയർ ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെന്താ, നമുക്ക് ആരോഗ്യമുള്ള കാലത്തോളം എന്തെങ്കിലും പണിയെടുത്ത് അവനവൻ്റെ സ്വസ്ഥമായിട്ട് ജീവിക്കാം, വരാം. അപ്പോൾ അങ്ങനെയൊക്കെ എത്തി. ഒരു വിധത്തിൽ അല്ലെങ്കിൽ ഒരു വിധത്തിൽ എന്തെങ്കിലും ദുരിതങ്ങളുണ്ടാവുമല്ലോ, അതെല്ലാവർക്കും ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞാനെങ്ങനെയാണെങ്കിലും എൻ്റെ മനസ്സിലിപ്പോഴും എൻ്റെ ഭർത്താവുണ്ടെങ്കിൽ എനിക്ക് കഷ്ടപ്പാടും ദുരിതങ്ങളൊന്നും ഉണ്ടാവില്ലായിരുന്നു. അദ്ദേഹം എൻ്റെ കൂടെ ഉണ്ടാവുകയെന്ന്. അപ്പോൾ നമുക്ക് വിധിച്ചതല്ലേ വരൂ. അപ്പോൾ അങ്ങനെ എന്തായാലും ദൈവം എന്നെ ഇവിടെ വരെ എത്തിച്ചു. കുറേ കഷ്ടപ്പെട്ടതിന് കുറേ ദുഃഖത്തിനും ഒരു സന്തോഷം ഉണ്ടാവുമല്ലോ. അതങ്ങനെയായെന്ന് വിചാരിക്കുക. ഇനിയുള്ള കാലമെങ്കിലും എനിക്ക് സന്തോഷത്തോടു കൂടി ജീവിക്കാൻ കഴിഞ്ഞാൽ മതി. വലിയ സമ്പത്തൊന്നുമില്ലെങ്കിലും പണിയെടുത്ത് ജീവിക്കാനുള്ള ആരോഗ്യം ആയുസ്സും ദൈവം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വേറെ എന്താ പറയുക, പറഞ്ഞു വരുമ്പോൾ അങ്ങനെ ഓരോന്നോരോന്ന് ഞാൻ പറഞ്ഞു പോവും. ചെറുപ്പം തൊട്ടേ കഷ്ടപ്പെട്ടു ഇവിടെ വരെയൊക്കെ എത്തി. അപ്പോൾ ഇനിയും പണിയെടുക്കാനുള്ള ആരോഗ്യം ഉണ്ടായാൽ മതി. അത്രമാത്രം ദൈവത്തിനോട് പ്രാർത്ഥിക്കണുള്ളൂ. പിന്നെ ഇപ്പം എല്ലാവരെയും വായൊന്നും മൂടിക്കെട്ടാൻ കഴിയില്ലല്ലോ. പലരും പല വിധത്തിലുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒക്കെ പറയുന്നുണ്ട്. അതൊക്കെ ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷെ നമുക്കതിനൊന്നും സമയമില്ല. കാരണം ഒരാളുടെയും വായ മൂടിക്കെട്ടാൻ കഴിയില്ല. അവരവിടെ കിടന്ന് പറഞ്ഞോട്ടെ. ഞാൻ എൻ്റെ വഴിക്ക് എൻ്റെ പണിയെടുത്തിട്ട് ജീവിതമായിട്ട് ഇങ്ങനെ പോകുന്നു. കാരണം ഞാൻ ഒറ്റയ്ക്കാണ്. പിന്നെ എന്നെ കാണാൻ ഓരോരുത്തർ വരും, ഓരോ സഹായങ്ങൾ ചെയ്തു തരും. അതിനൊന്നും ഞാൻ എങ്ങനെയാണെന്നുള്ളത് എനിക്കറിയാം. അപ്പോൾ പിന്നെ എനിക്ക് എല്ലാവരെയും ബോധ്യപ്പെടുത്തേണ്ട ഇല്ലല്ലോ. ഞാൻ പറഞ്ഞ് നിങ്ങളെ ബുദ്ധിമുട്ടിക്കാമെന്ന് വിചാരിക്കരുത്. എൻ്റെ മനസ്സിലെ സങ്കടം ഞാൻ പറഞ്ഞു പോവാം. പലരും പല കാര്യങ്ങളും പറയുന്നുണ്ട് അപ്പുറമൊക്കെ. അതൊക്കെ ഞാൻ കേൾക്കുന്നുണ്ട്. പക്ഷെ എനിക്കതിനൊന്നും ഒരു വിഷമമില്ല. എന്തായാലും എല്ലാവരും കൂടി എന്നെ കുറേ സഹായിച്ച് എന്നെ ഇവിടെ വരെ എത്തിച്ചു. അതൊന്നും ഞാൻ ഒരിക്കലും മറക്കില്ല. ദൈവം എന്തെങ്കിലുമൊക്കെ ഒരു വഴി എനിക്ക് ഉണ്ടാക്കി തന്നില്ലേ, അത്രമാത്രം. അപ്പോൾ ആര് തള്ളിക്കളഞ്ഞാലും ദൈവം തള്ളിക്കളയില്ല എന്ന് പറയുന്നത് വളരെ ശരിയാണ്.
അങ്ങനെ ഇരിക്കണം. അപ്പം എന്നാൽ ന്യൂ ഇയറായിട്ട് ഞാൻ വിഷമിക്കാമെന്ന് വിചാരിക്കരുത്. എൻ്റെ സങ്കടം കൊണ്ട് ഞാൻ ഓരോന്ന് പറഞ്ഞു പോയതാണ്. ഓക്കെ, കടങ്ങളുണ്ട് കുറച്ചും കൂടിയൊക്കെ, അത് വീടുന്നവരെ കുറച്ചും കൂടിയൊക്കെ എന്തെങ്കിലും വീട്ടുപണിയായാലും എടുത്ത് പോകണം. അപ്പോൾ സങ്കടം വന്നിട്ട് കരയാണ്. അപ്പോൾ അതൊക്കെ പോട്ടെ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പം ഞാൻ ഉണ്ടാക്കിയുള്ളത് എന്താക്കിയൊന്ന് കാണിച്ചു തരാം. ഒരുപാട് വിഷമങ്ങളുണ്ട്, ചിരിച്ച് കളിച്ച് നടക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇതാ നെയ്ച്ചോറ്, ചിക്കൻ കറി, പപ്പടം, പിന്നെ 2-3 മീൻ പൊരിച്ചത്. അത് കറക്റ്റ് ആയില്ല, എന്നാലും അതാണ് തൻ്റെ വിഭവം. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ ഒരു വർഷം എല്ലാവർക്കും നല്ലത് വരട്ടെ. ബൈ ബൈ.